നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും രാഷ്ട്രീയ പ്രതിരോധത്തിലെ വീഴ്ചകളുമാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുൻ സ്പീക്കറായ AN ഷംസീർ. മലപ്പുറം കാളിക്കാവിൽ സംഘടിപ്പിച്ച കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിൽ സംസാരിക്കവെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പോരായ്മകൾ അദ്ദേഹം ആദ്യമായി തുറന്നടിക്കുന്നത്. സത്യത്തിൽ കണ്ണൂരിൽ തന്നെ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് ആദ്യമായിട്ടാണ്. കണ്ണൂരിലെ പാർട്ടി കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും പാളിയെന്ന് ഷംസീർ ചൂണ്ടിക്കാട്ടി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ ശക്തമായി ആക്ഷേപിച്ചപ്പോൾ പാർട്ടി അതിനെ പ്രതിരോധിച്ചിരുന്നു. എന്നാൽ ആ പ്രതിരോധം പ്രസ്താവനയ്ക്ക് വേണ്ടത്ര ഗൗരവം ഉണ്ടായിരുന്നില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും അദ്ദേഹം സ്വയം വിമർശനം നടത്തി. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ സംഗമത്തെ ചൊല്ലിയും ഷംസീർ പ്രതികരിച്ചു. അയ്യപ്പ സംഗമം CPM-ന്റേതായിരുന്നെങ്കിലും അത് സർക്കാർ നടത്തിയത് തന്നെയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. എന്തു തന്നെ ആയാലും അയ്യപ്പ സംഗമ വേദിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ഗൗരവമായ തെറ്റാണെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരത്തിൽ തുറന്ന സ്വയം വിമർശനം നടത്താൻ കുഞ്ഞാലിയുടെ പാർട്ടിക്ക് മാത്രമാണ് സാധിക്കുക എന്ന് ഷംസീർ പറഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാന്മാർ. രാഷ്ട്രീയത്തിൽ സഖാക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ തെറ്റുകൾ ഉൾക്കൊണ്ട് തിരുത്താൻ പാർട്ടി തയ്യാറാണ്. പോരായ്മകൾ പരിഹരിച്ച് വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് ഷംസീർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തുള്ള UDF-ന് ഇപ്പോൾ മധുവിധുകാലമാണ് എന്ന് പറഞ്ഞ ഷംസീർ അവർക്കെതിരെ രൂക്ഷമായ പരിഹാസവും ഉന്നയിച്ചു. UDF-ൽ 3 പേർ പോരെ മുഖ്യമന്ത്രിക്കായി മത്സരിച്ചത്. അവസാനം രമേശ് ചെന്നിത്തലയെ തൂഫാനാക്കി വിട്ടു. അദ്ദേഹം അതും കൊണ്ടുപോയി എന്നാണ് ഷംസീർ കൂട്ടിച്ചേർത്തത്. അതേസമയം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരെ സൈബർ ലോകത്ത് വേട്ടയാടിയതും മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും പാർട്ടി മറന്നോ എന്ന് ചോദിച്ച് ഷംസീറിന്റെ പ്രസംഗം വീഡിയോയ്ക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിൽ CPM മന്ത്രിമാർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും ചില മന്ത്രിമാരെ നേരിൽ കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നുവെന്നും CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഉദ്യോഗസ്ഥരെ അമിതമായി ആശ്രയിച്ചതും ജനകീയ സമരങ്ങളിൽ നിന്ന് വിട്ടുനിന്നതും പാർട്ടിക്ക് തിരിച്ചടിയായി മാറി. മന്ത്രിമാർ ഭരണപരമായ കാര്യങ്ങൾക്കായി പൂർണ്ണമായും ഉദ്യോഗസ്ഥരെ ആശ്രയിച്ചതോടെ ഭരണം മുഴുവൻ സർക്കാർ സംവിധാനങ്ങളിലൂടെയാണെന്ന ധാരണ കേഡർമാരിൽ ഉണ്ടായി. ഇതോടെ ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിൽ പാർട്ടിയുടെ സജീവ ഇടപെടൽ കുറയുകയും അടിസ്ഥാന വർഗത്തിനിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചെയ്തു എന്നും വിമർശനം ഉയരുന്നുണ്ട്.